മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇന്നലെ കേരളത്തിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട വാക്കാണത്. നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞതിന് ആമുഖമായിട്ടായിരുന്നു ഈ ഒരു പദപ്രയോഗം നടത്തിയത്. അദ്ദേഹം മാന്യമായ രീതിയിൽ അഭിസംബോധന മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നിയമസഭ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എന്നോ ഒക്കെ വിളിക്കാം. അതിന് കുറച്ചുകൂടി ഒരു മാന്യമായ വാക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിന് മാത്രം പുകില് പിടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അതെന്തൊരു അവസരത്തിലാണ് ഈ രമേശ് ചെന്നിത്തല MLA ഇത്തരത്തിലുള്ള ഒരു അഭിസംബോധന നടത്തിയതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ അടിക്കടിയായി, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ലഹരിക്കും അതുപോലെ അക്രമത്തിനും കൊലപാതകത്തിനും എല്ലാ തരത്തിലുള്ള കിരാത വാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇരയായിരുന്നു കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ കോഴിക്കോട് കൊല്ലപ്പെട്ട ഷഹനാസ് എന്ന ഒരു ചെറുപ്പക്കാരൻ. 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവ് അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ദിവസം എഴുതാനിരിക്കെ അതിന് 2 ദിവസം മുൻപാണ് കുറേ കുട്ടികളുടെ സഹപാഠികളുടെ മർദ്ദനത്തെ തുടർന്ന് മരണം അടയുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം നടന്ന SSLC പരീക്ഷയിൽ ഇതിന്റെ കൊലപാതകം നടത്തിയ 5 കുട്ടികളെയും പരീക്ഷ എഴുതിച്ചു എന്നുള്ളതായിരുന്നു കേരളം നടുക്കത്തോടെ കണ്ടത്. പല വീഡിയോകളും നമ്മൾ ശ്രദ്ധിച്ചു. എത്ര വികാരഭരിതമായിട്ടാണ് അധ്യാപകർ തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. ഒരു സ്ത്രീയുടെ വീഡിയോ നമ്മൾ കണ്ടു. ഇത് കേരളം മുടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ ഒരു വിവാദമായ, അല്ലെങ്കിൽ അവരുടെ സങ്കടമൊക്കെ അണപൊട്ടി ഒഴുകിയ അവരുടെ വികാരം മൊത്തം പ്രതിഫലിച്ച ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ കേരളത്തിലെങ്ങുമുള്ള ആളുകൾ വലിയ വികാരത്തോടു കൂടിയാണ് ആ സംഭവത്തെ നോക്കിക്കണ്ടത്. ഈ 5 പേർ ചേർന്ന് ഒരുമിച്ച് പഠിച്ച കുട്ടികൾ, ഒരുമിച്ച് പരീക്ഷ എഴുതേണ്ട കുട്ടികൾ, ഈ 5 പേർ ചേർന്ന് തന്റെ സഹപാഠിയെ അതിക്രൂരമായി നഞ്ചക്കൊക്കെ കൊണ്ട് തലയ്ക്കടിച്ച് അതിമൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസം ഈ പ്രതികളായ 5 പേരെയും പരീക്ഷ എഴുതാൻ അനുവദിച്ചു എന്നിടത്താണ് ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുരുതരമായ വീഴ്ച സർക്കാരിന് സംഭവിച്ചത്, വിദ്യാഭ്യാസ വകുപ്പിന് സംഭവിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഒരു കാരണവശാലും ഈ 5 കുട്ടികളെ അവർ കൊലപാതകികളാണ് എന്നതുകൊണ്ട് തന്നെ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതിന്റെ ഒരു കാര്യമാണ് ആ വികാര തള്ളിച്ചയിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല സഭയിൽ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പരാമർശിക്കാൻ കാരണം. നമുക്കറിയാം TP വധക്കേസ്, അതുപോലെ തന്നെ RDO വധക്കേസ്, അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾക്ക് കേരളം ഇങ്ങനെ അനുദിനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള നടപടികളിലേക്കും കാര്യമായ രീതിയിലുള്ള ഒരുവിധ പോലീസ് അന്വേഷണത്തിലേക്കും ഒന്നും കടക്കാതെ ഇങ്ങനെ ഒരു നിഷ്ക്രിയമായ ഒരു സർക്കാരുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഇതിന് അദ്ദേഹത്തെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ ശരിക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കേരളം ഭരിക്കുന്നത്, അത് മുഖ്യമന്ത്രി നാട് വിട്ടുപോയിട്ട് മുഖ്യമന്ത്രി നിയോഗിച്ച ഒരു ലോബിയാണോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന ചിന്ത പലപ്പോഴും നമുക്കുണ്ട്. കാരണം അത് നേരത്തെ തന്നെ പറഞ്ഞു, ഓഫീസ് മുഖ്യമന്ത്രി അവിടെ ഒന്നും കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു, നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയ ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും, അതായത് ആഭ്യന്തര വകുപ്പ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കും. അത്തരത്തിലുള്ള കിരാതമായ വാഴ്ചയാണ്, അല്ലെങ്കിൽ കിരാതമായ ഒരു അവസ്ഥയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നും എവിടെയും കൊലപാതകങ്ങളും മരണങ്ങളും ആത്മഹത്യകളും അതിങ്ങനെ അനുദിനം നമുക്ക് കേൾക്കുമ്പോൾ തലമരച്ചു പോകുന്ന തരത്തിലുള്ള ഓരോ വാർത്തകളാണ് ഓരോ ദിവസവും. പത്രം തുറന്നു നോക്കാൻ വയ്യ, അതായത് ചാനലുകൾ തുറന്നു നോക്കാൻ വയ്യ. എന്നും എപ്പോഴും ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ കൊലപാതകങ്ങളും അടിപിടിയും ബഹളവും ലഹരി മാഫിയയുടെ വിളയാട്ടവും ഒക്കെ കേരളം വല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. അതായത് കോവിഡിന് ശേഷം കേരളത്തിന്റെ ഒരു കണക്കെടുത്താൽ നമുക്കറിയാം കേരളം എത്രമാത്രം ദയനീയമായി ഈ കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത്. ഓരോ ദിവസവും
കൊലപാതക പരമ്പരകളുടെ എണ്ണം കൂടുന്നു, അപകടങ്ങളുടെ എണ്ണം കൂടുന്നു, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ എണ്ണം കൂടുന്നു, ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ രാഷ്ട്രീയ വൈരം തീർക്കാനായിട്ടുള്ള കൊലപാതകങ്ങൾ വേറെ, അങ്ങനെ ദിവസവും നൂറുകണക്കിന് കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക്, അപകടങ്ങളിലേക്കൊക്കെ കേരളം വഴുതി മാറുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇത്രമാത്രം നിഷ്ക്രിയരായിരിക്കുന്നത്, സർക്കാർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കണ്ണുമടച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വളരെ വികാരഭരിതനായി ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ മുന്നിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊരു അഭിസംബോധന, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പൊല്ലാപ്പായിരിക്കുന്നത്. അല്ല, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് കഴിയുമോ എന്നാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത്. മറുപടി പറയണം, തീർച്ചയായിട്ടും. പ്രതിപക്ഷം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും, അതുപോലെ തന്നെ സമൂഹം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയുവാനും അതിന് കൃത്യമായ രീതിയിൽ അതിന്റെ ഉത്തരം പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി. അല്ലാതെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന കുറെ ഗ്രൂപ്പ് സംസ്ഥാനം ഭരിച്ചാൽ ഇത് തന്നെയാകും അവസ്ഥ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഈ ആഭ്യന്തര വകുപ്പും സംസ്ഥാനത്തിന്റെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളാണ് ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നാട് വിട്ടുപോയിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ബുദ്ധി ഒന്നും കേരളത്തിൽ ഇല്ല എന്നത് ഉറപ്പായ കാര്യമാണ്. അത് തിരിച്ചു കൊണ്ടുവരാതെ കേരളം രക്ഷപ്പെടാനും പോകുന്നില്ല.